അച്ഛൻ വന്ന് സുധീഷിനോട് പറയും, നീ ആ ഹിന്ദിക്കാരൻ്റെ വീട്ടിലൊന്ന് പോയി നോക്ക്. അവിടുത്തെ ആ പെണ്ണുമായിട്ട് സുഭാഷ് നല്ല അടുപ്പാണ്, എപ്പം നോക്കിയാലും കളിയും ചിരിയൊക്കെ. സുധീഷ് പറയും, അങ്ങനെ പോകുന്ന ആളൊന്നല്ല സുഭാഷ് ഏട്ടൻ. അത് ഈ സമയത്ത് നിധിയും പറയും, സുഭാഷ് ഏട്ടൻ എങ്ങനെയാണ് ഇവിടുന്ന് പോയെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? സുഭാഷ് ഏട്ടൻ അങ്ങനെ പോവോ? അച്ഛൻ പറയും, അവളുടെ കൂടെ തന്നെ പോകണമെന്നില്ലടാ, ചിലപ്പോൾ ആ വീട്ടിലുണ്ടെങ്കിലോ. പക്ഷേ അതൊന്നും സുധി ചെവി കൊള്ളില്ല. നിധി പറയും, അച്ഛൻ എന്തായാലും ഇതിൽ ഇടപെടണ്ട. സുധി ഇങ്ങനെ ആലോചിക്കുമ്പോൾ രാവിലെ അവിനാശിനെ കണ്ട കാര്യം ഓർമ്മ വരും. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഞാൻ സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടും അവിനാശിൻ്റെ ഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നല്ലോ. സുധി പെട്ടെന്ന് തന്നെ സ്കൂട്ടർ എടുത്ത് അങ്ങോട്ട് പോവാണ്. നിധിയൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്നൊക്കെ, പക്ഷേ മറുപടി ഒന്നും പറയാൻ നിൽക്കില്ല. അച്ഛൻ പറയും, എന്തോ കത്തിയിട്ടുണ്ട്, പോയി വരട്ടെ. സുധി കാണുന്നവരോടൊക്കെ അവിനാശിൻ്റെ വീട് ചോദിക്കുകയാണ്. ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, എനിക്കിവിടെ വലിയ പരിചയമൊന്നുമില്ല. സുധി പോയിട്ട് വേറൊരാളോട് ചോദിക്കും, അവർ വഴി പറഞ്ഞു കൊടുക്കും. സുധി അവിടെ എത്തുമ്പോൾ തന്നെ മുമ്പിൽ അവിനാശ് ഉണ്ടാവും. സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് അവിനാശിനോട് സുധി ചോദിക്കുമ്പോൾ സുഭാഷിൻ്റെ സൗണ്ട് അകത്തുനിന്ന് കേൾക്കും. സുഭാഷ് ചാന്ദിനിയോട് പറയുന്നുണ്ട്, വീട്ടിൽ എന്നെ അന്വേഷിക്കായിരിക്കും എല്ലാവരും. ഞാനില്ലാതെ എൻ്റെ മക്കൾ ഒന്നും കഴിക്കുക പോലും ഉണ്ടാവില്ല. രാവിലെ മുതലേ എന്നെ അന്വേഷിച്ച് നടക്കാവും. പതുക്കെ പതുക്കെ അവരെന്നെ മറന്നോളും. അത് കേൾക്കുമ്പോൾ സുധി പിറക്കുന്നത് സുഭാഷ് ഏട്ടാന്ന് വിളിക്കും. എന്നിട്ട് സുധി സുഭാഷിനോട് കുറേ പരാതി പറയാണ്, എന്തിനാ സുഭാഷ് ഏട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയത്? സുഭാഷ് ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. സുഭാഷയെ കെട്ടിപ്പിടിച്ച് സുധിയെ ആശ്വസിപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവിനാശിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ രാവിലെ കണ്ടപ്പോൾ ചോദിച്ചതല്ലേ, എന്നിട്ടെന്തിനാ കള്ളം പറഞ്ഞത്? അവിനാശ് പറയും, എന്നോട് സുഭാഷ് ഏട്ടൻ പറയണ്ടെന്ന് പറഞ്ഞിട്ടാ. സുധി സ്കൂട്ടറിൽ സുഭാഷുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിധി വരും, ദേ സുഭാഷ് ഏട്ടൻ. സുഭാഷ് സ്കൂട്ടറിലിറങ്ങി അവിടേക്ക് ചെല്ലുമ്പോൾ നികേഷ് വന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയും, എന്തിനാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഹരീഷും പുറത്തോട്ട് വരും. എന്നിട്ടേക്കും, സുഭാഷ് ഏട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ഏതോ ഒരു ജ്യോത്സ്യൻ എന്തോ പറഞ്ഞതിനാണോ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയത്? സുധീഷ് പറയും, ഹരീഷേ വേണ്ടടാ. അച്ഛൻ പുറത്തോട്ട് വന്നിട്ട് സുഭാഷിൻ്റെ മോന്തയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഈ നാട്ടുകാർ മുഴുവൻ പറയാറുണ്ടായിരുന്നു എൻ്റെ 2 ഭാര്യമാരെ ഞാനാ കൊന്നതെന്ന്. എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കും, അടക്കം പറയും. എന്തിന്, ഈ വീട്ടിലുള്ളവർ വരെ എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ നാട് വിട്ടു പോയോ? ഇല്ലല്ലോ. നമുക്ക് മനസ്സിൽ ഉറപ്പുണ്ടായാൽ മതിയടാ നമ്മളത് ചെയ്തിട്ടില്ലെന്ന്. എനിക്കറിയായിരുന്നു ഞാനത് ചെയ്തിട്ടില്ലെന്ന്. നമ്മുടെ മനസാക്ഷിയുടെ മുന്നിലേ നമുക്കറിഞ്ഞാൽ മതി. വേറെ ആരെയും ഒന്നിനും ഒരു വില കൊടുക്കരുത്. ഇനി നീ എന്നോട് സംസാരിക്കണ്ട. അതും പറഞ്ഞ് അച്ഛനങ്ങ് പോവും. സുധീറും, ഒരടി ചേട്ടന് ആവശ്യമായിരുന്നു. ഞങ്ങൾ അനിയന്മാരായി പോയില്ലേ, അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല. ഹരീഷറും, സുഭാഷ് ഏട്ടനെ ഞങ്ങൾ എവിടെയൊക്കെ തേടിയെന്നറിയോ? നിധി ചോദിക്കും, സുഭാഷ് ഏട്ടൻ എവിടെയായിരുന്നു? ആ സമയത്ത് സുധി കളിയാക്കി ഇങ്ങനെ പറയാ, സുഭാഷ് ഏട്ടൻ എവിടെയായിരുന്നു എന്ന് അറിയോ? നമ്മുടെ അവിനാഷ് ഭായിയുടെ വീട്ടിൽ. ഞാൻ ചെല്ലുമ്പോൾ ചാന്ദിനി ചപ്പാത്തി ചുട്ട് കൊടുക്കുമായിരുന്നു സുഭാഷ് ഏട്ടന്. സുഭാഷ് പറയും, ഞാനത് കഴിച്ചതൊന്നുമില്ല. സുധി പറയും, ഞാൻ ചെല്ലാനേ 1.5 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടന് ഒരു 4 ചപ്പാത്തി വെട്ടി വിഴുങ്ങിയിട്ടുണ്ടാവുമായിരുന്നു. ഹരീഷ് ചോദിക്കും, ശരിക്കും അവിനാശിൻ്റെ വീട്ടിലായിരുന്നോ? ഞാൻ രാവിലെ അവിടെ പോയതായിരുന്നല്ലോ, എന്നോട് കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. സുധി പറയും, ഇവർ പ്ലാൻഡ് ആയിരുന്നടാ, ഇവരാലോചിച്ച് തീരുമാനിച്ച ഇതൊക്കെ ചെയ്തത്. സുഭാഷ് പറയും, ഏയ് അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് വരാൻ തന്നെ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ അച്ഛനാ. അച്ഛൻ പറഞ്ഞ് ചാന്ദിനിയായിട്ട് സുഭാഷ് ഏട്ടനെ എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന്. സുഭാഷ് പറയും, ഡാ, അല്ല എനിക്കറിയായിരുന്നു സുഭാഷ് ഏട്ടൻ അങ്ങനെ പോകുമൊന്നുമില്ല. ഞാൻ രാവിലെ അവിനാശിനെ കണ്ടപ്പോൾ സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് അവിടെ വരെ ഒന്ന് വന്നു നോക്കാമെന്ന് വിചാരിച്ചത്. സുഭാഷ് പറയും, നിങ്ങളെ കാണാതെ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? സോറി മക്കളെ. നിധി പറയും, സുഭാഷ് ഏട്ടൻ എന്തായാലും വന്നല്ലോ, വാ നമുക്കെന്തെങ്കിലും കഴിക്കാം. ഇന്നിവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പാ. സുഭാഷ് പറയും, ഞാൻ എടുത്തുതരാം. സുധീർ, വേണ്ട, ഇന്ന് നീ സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്യണ്ട, ചെയ്തെടുത്തോളം മതി. സുഭാഷിൻ്റെ ബാഗും എടുത്തിട്ട് സുധി അകത്തേക്ക് പോവാണ്. സുഭാഷിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ സുഭാഷ് ചോദിക്കും, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? അവർ പറയും, ഞങ്ങൾ കഴിച്ചോളാം. അച്ഛനെ അകത്തേക്ക് വരികയാണ്. അച്ഛനോട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, ഞാൻ കഴിച്ചോളാം. സുഭാഷ് നിധിയോട് പറയും, സോറി മോളെ, നിങ്ങളൊക്കെ ഇത്ര വിഷമിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹരീഷ് പറയും, സുഭാഷ് ഏട്ടൻ പിന്നെ എന്താ കരുതിയത്? പോകുന്നേ പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു. ഇതായിരിക്കുന്ന ആളെ കണ്ടോ, നമ്മുടെ അച്ഛൻ. അങ്ങേരെ എത്ര അന്വേഷിച്ചു എന്നറിയോ സുഭാഷ് ഏട്ടനെ? സുധീറും, ആ ജ്യോത്സ്യൻ എന്തോ പറഞ്ഞതിനാണോ സുഭാഷ് ഏട്ടൻ ഇവിടുന്ന് പോയത്? അയാൾ വെറും ഉടായിപ്പാ, അത് ഞാൻ നാളെ തെളിയിച്ചു തരാം. സുഭാഷ് ചോദിക്കും, എങ്ങനെ? നികേഷ് പറയും, സുഭാഷ് ഏട്ടൻ എന്തിനാ അയാൾ പറയുന്നത് കേട്ട് പോയത്? നമ്മളെ പറ്റി ഈ നാട്ടുകാർ മുഴുവൻ അങ്ങനെയല്ലേ പറയാറ്? അതൊരു പുതിയ കാര്യമാണോ? ഇനി സുഭാഷ് ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇനി ഞാൻ സുഭാഷ് ഏട്ടനോട് മിണ്ടില്ല. ഹരീഷ് പറയും, സുഭാഷ് ഏട്ടനെ ഇല്ലെങ്കിലാ ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവുന്നത്, അതാദ്യം ഒന്ന് മനസ്സിലാക്ക്. സുധി പറയും, അത് പോട്ടെ, സുഭാഷ് ഏട്ടൻ കഴിക്കി. സുഭാഷ് അച്ഛനോട് പറയും, അച്ഛാ സോറി, വാ കഴിക്കാം. അച്ഛൻ പറയും, നീ കഴിക്കി, ഞാനൊന്ന് കാണട്ടെ.
അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങുമ്പോൾ ഹരീഷും സുധീഷും കൂടെ മാറി മാറി ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. നിധി അങ്ങോട്ട് വന്നിട്ട് സുധീഷിനോട് ഇങ്ങനെ ആംഗ്യത്തെ ചോദിക്കും. സുധീഷ് ഉറങ്ങിയെന്ന് കാണിക്കും. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം.